ബാക്ക് സ്കിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടേമുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുന്നേ വായിച്ചൊരു വരി ഇത് നമ്മൾ മറന്നുപോയോ, എന്തെങ്കിലും മിസ്സായോ എന്നൊക്കെയുള്ളൊരു പേടി. അതിൻ്റെ റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പം തന്നെ തിരിച്ചു പോകും അത് ചെക്ക് ചെയ്യാൻ. ഈ കണ്ണ് മാറിയിട്ട് ഒരു വരി തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറില്ലേ? ഉറക്കം വന്നിട്ടാണ് വായിക്കുന്നതെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരുപാട് തവണ സംഭവിക്കും. ബ്രെയിനിന് ഒരു ചെറിയ പേടി വന്നാൽ പോലും അത് അലേർട്ടാവും. അങ്ങനെ സംഭവിച്ചാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ. അപ്പോൾ എന്താ സൊല്യൂഷൻ? അത് പറയുന്നതിന് മുമ്പ് ഈ വാക്കൊന്ന് ഓർത്തു വെച്ചോളൂ. ഓക്കംസ് റൈസർ. സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ ഈസ് ഓൾവേസ് ദി ബെസ്റ്റ്. നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വേണമെന്നൊന്നും നിർബന്ധം പിടിക്കരുത്. നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന് എവിടുന്നാ സൊല്യൂഷൻ കിട്ടുക? കുട്ടികൾ. ഗോ ബാക്ക് ടു ബേസിക്സ്. കുട്ടികൾ വായിക്കുമ്പോൾ എന്താ ചെയ്യുക? അവരിങ്ങനെ വിരൽ വെച്ചിട്ട് വായിക്കുന്നവരെ ഇങ്ങനെ ഫോളോ ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ഒരു ഫിക്സേഷൻ പോയിൻ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് ആൻഡ് ഫോർത്ത് പോകേണ്ടി വരില്ല. പിന്നെ ഒരു ബയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഒരു ചലനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ടു ഫോളോ എ മൂവ്മെൻറ്റ്. അപ്പോൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ വിരൽ കൊണ്ടോ പേന കൊണ്ടോ ഇങ്ങനെ ഫോളോ ചെയ്യാമെന്നാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാം. വായിച്ച് തുടങ്ങുന്ന സമയമാണെങ്കിൽ ഷോർട്ട് സ്റ്റോറീസൊക്കെയാണ് നല്ലത്. വായനാനുഭവം എത്ര മനോഹരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു അഡിക്ഷൻ പോലെ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വായനകളാവാം. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഈ സമയത്ത് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കറൻറ്റ് ഇൻട്രസ്റ്റ് എന്താണോ അതിനോട് ബന്ധപ്പെട്ടത് എന്തും വായിക്കാം. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കൂടുതൽ കാരണങ്ങൾ തരും. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡൊന്ന് റെഫർ ചെയ്തോളൂ. തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായിക്കുന്ന സമയത്ത് ഫോണൊന്ന് ദൂരെ വെക്കാൻ പറ്റുമോ? പലർക്കും ഒരാവശ്യമില്ലെങ്കിലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. അതൊരു അഡിക്ഷൻ പോലെയാണ്. ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് തുറക്കുമായിരിക്കും. പക്ഷെ അറിയാതെ വി മൈറ്റ് ഗെറ്റ് ക്യാരീഡ് അവേ. ഒരു വാട്ടർ ബോട്ടിൽ അടുത്ത് തന്നെ വെക്കൂ. മൂടിക്കെട്ടിയ അന്തരീക്ഷവും നല്ല കോഫിയും ചിന്തേനെ ഉദ്ദീപിക്കുന്നതാണ്. അതൊരു ഓൾഡ് ഷെർലോക്കിയൻ തിയറിയാണ്. വർക്ക് ഫോർ മീ ബട്ട് നോട്ട് റെക്കമെൻഡിങ്. പണ്ടൊക്കെ വായിച്ചു നിർത്തുമ്പോൾ ആ പേജിൻ്റെ കോർണർ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. എനിക്കിഷ്ടമല്ല. ബുക്ക് മാർക്ക് കിട്ടുമല്ലോ. എല്ലാ ബുക്ക് സ്റ്റോളിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ തരും. പല എഴുത്തുകാരും അവരുടെ പുസ്തകത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബുക്ക് മാർക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ചെയ്തിരുന്ന ഒരു രീതി, ഈ സ്റ്റിക്കി ടേപ്പ് എടുത്തിട്ട് അതിൽ ത്രെഡോ ഷൂ ലേസോ എന്തെങ്കിലും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഭയങ്കര റിച്ച് ഫീലാണ്. മൂന്ന് കാര്യങ്ങൾ എപ്പോഴും അടുത്ത് തന്നെ വെക്കാൻ നോക്കണം. പെൻസിൽ, ഹൈലൈറ്റർ, നിങ്ങളുടെ ജേണൽ. വായിച്ച് നല്ല ഇഷ്ടമായ പോയിൻറ്റ്സൊക്കെ അടിവരയിടാനും ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നോക്കണം. അന്നത്തെ വായന തീരുന്നിടത്ത് നിങ്ങളുടെ ജേണലിലേക്ക്, അതൊരു നോട്ട് പുസ്തകമോ ഡയറിയോ ആവാം, അതിലേക്ക് ഈ പോയിൻറ്റ്സൊക്കെ കുറിച്ചിടുക. ഞാനിത് എവിടെ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. വായിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പോയി ജേണൽ എഴുതാൻ പോകണ്ട. അത് നിങ്ങളുടെ ഫ്ലോ നഷ്ടപ്പെടുത്തും. ആദ്യം ഹൈലൈറ്റ് ചെയ്താൽ മതി. അതിലും പ്രധാനം, അവസാനം എഴുതുന്ന സമയത്ത് നിങ്ങളത് റീവിസിറ്റ് ചെയ്യല്ലേ. ഒരു തവണ വായിച്ചു കഴിഞ്ഞാലും പിന്നീട് ആ ജേണൽ നോക്കുമ്പോൾ 4-5 പേജുകളിൽ മാത്രം നിങ്ങൾക്ക് ആ പുസ്തകം മൊത്തം വായിച്ചൊരു ഫീല് കിട്ടും. ഒരുപാട് തവണ ലെക്ചറൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്കിത് വലിയ ഹെൽപ്പായിട്ടുണ്ട്. കമ്പ്യൂട്ടറിലാണ് വായിക്കുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പിലൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ടൈപ്പ് ചെയ്ത് വെക്കും എഴുതുന്നതിന് പകരം. മാക്കാണെങ്കിൽ ഐക്ലൗഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റോർ ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മെയിലിലേക്കൊന്ന് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി. പെട്ടെന്ന് ആക്സസ് ചെയ്യാം, ഒരിക്കലും നഷ്ടപ്പെടില്ല. 25 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയാണ് ബ്രെയിനിന് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ എഫിഷ്യൻ്റ്ലി പറ്റുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു ശുദ്ധവായുവൊക്കെ എടുത്ത് വരുവാണെങ്കിൽ ബ്രെയിൻ കൂടുതൽ ഫങ്ഷനിങ് ആവും. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ചെയ്യിക്കില്ലേ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻഡപ്പ് ജമ്പ് എന്നൊക്കെ. ഒച്ചത്തിൽ വായിക്കുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത്. സിനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ടേമുണ്ട്. കൂടുതൽ സെൻസസ് ഒരു കാര്യം ചെയ്യുന്നതിന് ഉപയോഗിച്ചാൽ മെമ്മറി കൂടുതൽ എഫക്റ്റീവ് ആവുന്നതാണ്.
പതിയെ വായിച്ചു തുടങ്ങണം. നെവർ റഷ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും തലയിൽ കയറിയിട്ടുണ്ടാവില്ല. കുറച്ച് വായിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും. തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഏകാഗ്രത ഒട്ടും കിട്ടില്ല. ഫോഴ്സ് യുവർ സെൽഫ്. അങ്ങനെ തോന്നുമ്പോൾ ഇമ്മീഡിയറ്റ്ലി 2 പാരഗ്രാഫ് മുന്നിലോട്ട് പോയിട്ട് അവസാനമായിട്ട് നമ്മൾ കോൺഷ്യസ്ലി എന്താണോ രജിസ്റ്റർ ചെയ്തത് അവിടുന്ന് ചിന്ത മാറാതെ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്തിട്ട് വായിച്ച് തുടങ്ങണം. ദർ ഈസ് നോ മാജിക് ഷോർട്ട് കട്ട്. വരികളിലൂടെ വായിക്കാം, വരികൾക്കിടയിലൂടെ വായിക്കാം, വരികൾക്കുള്ളിലൂടെയും വായിക്കാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു സ്റ്റേജ് ഉണ്ട്, വരികൾക്ക് അപ്പുറത്ത് വായിക്കുന്ന രീതി. അത് എൻറ്റയർലി വേറൊരു സ്റ്റേറ്റാണ്. എനിക്ക് 1 മണിക്കൂർ വായന എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള 4 മണിക്കൂർ തിങ്കിങ് മെറ്റീരിയലാണ്. ഒരു പ്രോസസ്സ് പോലെ വായിച്ചതിനെ പറ്റി ചിന്തിക്കാൻ, അത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ, ചില പുതിയ കണ്ടൻറ്റിനെ പറ്റി ആർഗ്യൂ ചെയ്യാൻ, പുതിയൊരു വാക്ക് കിട്ടിയ ഡിക്ഷണറി നോക്കി പഠിക്കാൻ, അത് വിഷ്വലൈസ് ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പിക്കുമ്പോൾ ഇനിയൊരു പ്രോസസ്സ് കൂടി ഉണ്ട്. ഞാനത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പോലെ വിഷ്വലൈസ് ചെയ്യും. ചിലപ്പോൾ കുറച്ച് കുട്ടികളെ മുന്നിലിരുത്തി ക്ലാസ് എടുക്കുന്നത് പോലെ. ഇത് ഭയങ്കര രസമുള്ളൊരു സ്റ്റേജാണ്. നമ്മൾ വായിച്ച വിഷയം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഓർമ്മയുള്ള കഥകളും തമാശകളൊക്കെ അവിടെ ഇവിടെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒരു ഇൻഫർമേഷൻ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആവുന്നത് അത് പുതിയ കാര്യങ്ങളാവുമ്പോഴല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയതാണെങ്കിൽ നമ്മളത് അതേപോലെ എടുക്കില്ല. ആദ്യം ജഡ്ജ് ചെയ്യും, പിന്നെ അനലൈസ് ചെയ്യും, ആർഗ്യുമെൻറ്റ്സ്, ഡൗട്ട്സൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. ഇറ്റ്സ് നോ ഡീഫോൾട്ട് നേച്ചർ. പുതിയതായിട്ടൊരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ആദ്യത്തെ പീരീഡ് നമ്മൾ എന്താ ചെയ്യുക? നമ്മളവരെ ജഡ്ജ് ചെയ്യാൻ നോക്കൂല്ലേ? അതുപോലെ നേരെ മറിച്ച് ഒരു അറിവ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ശരിയാണല്ലോ, ഡാം, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചല്ലേ? ദാറ്റ്സ് ഇറ്റ്. അത് നമ്മുടേതായി. ഒരേ സമയം മൾട്ടിപ്പിൾ പുസ്തകങ്ങൾ വായിച്ചു പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെയാണ് ചെയ്യുക? എൻറ്റയർലി ഡിഫറെൻറ്റ് തീമുള്ള 2 or 3 പുസ്തകങ്ങൾ. പണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, കുറച്ച് നേരം ഒരു വിഷയം വായിച്ചു, പിന്നെ അത് മാറ്റി വേറൊരു വിഷയം. നമ്മുടെ ബ്രെയിനിന് ഒരു വിഷയത്തിൽ കുറേ നേരം തുടർച്ചയായിട്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പുസ്തകം ഒറ്റയടിപ്പിന് വായിച്ചു തീർക്കുന്ന ആളാണെങ്കിൽ ഗ്രേറ്റ്, ഗോ ഹെഡ്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ടെന്നാണ്. ചില സമയത്ത് അപ്പോഴപ്പോഴത്തെ മൂഡിനനുസരിച്ചിട്ടില്ലേ നമ്മളൊരു കാര്യം തീരുമാനിക്കുക. ഇപ്പോൾ മൂവി കാണണോ അല്ലെങ്കിൽ വാട്ടെവർ. തത്വശാസ്ത്രമൊക്കെയാണ് വായിക്കുന്നതെന്ന് വിചാരിച്ചോളൂ, അത് എല്ലാ മൂഡിനും പറ്റില്ലല്ലോ. അതേസമയം വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പുസ്തകം നമ്മളെടുത്ത് ഉണ്ടാകുമ്പോൾ അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ ആ സമയത്ത് മൂഡുണ്ടായാൽ മതി. എൻ്റെ പോയിൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്കഡമിക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ കോണ്ടൻറ്റ്സ് ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ഓർത്ത് നോക്ക്, ഈ അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, അവർക്കൊക്കെ എത്ര കോണ്ടൻറ്റാണ് മെമ്മറൈസ് ചെയ്യാനുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല രീതി നമ്മൾ എന്താണോ വായിച്ചത് അന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ കണ്ണടച്ച് അതൊക്കെ ഓർക്കാൻ നോക്കുക. രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പേ ഡു ദ സെയിം തിങ്. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത ദിവസം തലേന്നാൾ എന്താണോ വായിച്ചു നിർത്തിയത് അത് തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കുക. അതിനുശേഷം മാത്രം അന്നത്തെ കോണ്ടൻറ്റ് വായിക്കാം. ആൻഡ് സോ ഓൺ. ഇങ്ങനെ വായിച്ചു നോക്കൂ, മറക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. നിങ്ങൾ റീസെൻ്റ്ലി വായനയിൽ നിന്ന് മനസ്സിലാക്കിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അടുത്ത ആരുടെത്തെങ്കിലുമുള്ള സംഭാഷണത്തിൽ ഉപയോഗിക്കൂ. ഇത് മനഃപൂർവ്വം ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവാണ്. നിങ്ങളൊരു നല്ല തമാശ കേട്ടു എന്ന് വിചാരിക്കൂ. പിന്നീട് ഒരു സ്ഥലത്ത് നിങ്ങളത് ഷെയർ ചെയ്തു, നല്ല റെസ്പോൺസ് കിട്ടി, എല്ലാവരും ചിരിച്ചു. പിന്നീട് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങും അല്ലേ? 3 or 4 തവണ ഇതേപോലെ സക്സസ് ആയെന്ന് വെച്ചോളൂ, അത് നിങ്ങളുടെ സ്വന്തം പോലെയാവും. വേറെ ആരെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. വി ഓൺ ഇറ്റ് കൈൻഡ് ഓഫ് എ ഫീൽ. ഇതേപോലെ നിങ്ങൾക്ക് പുതിയതായി കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ അറിവിൻ്റെ കൂടെ സ്വന്തമായിട്ട് എഴുതി ചേർക്കാൻ നോക്കണം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ടേക്ക് എ ലൈബ്രറി മെമ്പർഷിപ്പ്. ഡു ഇറ്റ് എനിവേ. ഒരുപാട് ബുക്ക് ഓതേഴ്സ് ക്ലബ്ബുകളുണ്ട്, വാട്സാപ്പ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ഇതിലേതിലെങ്കിലും ചേരും. സമാന ചിന്താഗതിക്കാർ ചുറ്റുമുള്ളത് വായിക്കാൻ വലിയ മോട്ടിവേഷനാണ്. ഓതേഴ്സ് മീറ്റ് സെഷനൊക്കെ വെക്കും ഇത്തരം ക്ലബ്ബുകൾ. പുസ്തകം എഴുതിയ ആളുമായിട്ട് നേരിട്ടൊരു സെഷൻ, അവർ തന്നെ വായിച്ചു തരും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, ബുക്ക് സൈൻ ചെയ്ത് മേടിക്കാം. ഗുഡ് എക്സ്പീരിയൻസ്. നല്ല ബുക്ക് ഷോപ്പുകളിൽ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂസ് ലെറ്റർ സൈനപ്പ് ചെയ്യാൻ മറക്കണ്ട. അവരുടെ പുതിയ റിലീസ് ആൻഡ് ഓഫർ, ബുക്ക് ഫെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം അറിയാൻ പറ്റും.
പല പ്രസാധകരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു പുസ്തക ഫെയർ നടത്തുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് കിട്ടാനുള്ള പോസിബിലിറ്റി, പിന്നെ നല്ല ഡിസ്കൗണ്ട്. വേറൊരു കാര്യം, പ്രീ പബ്ലിക്കേഷൻ ഓഫറാണ്. വലിയ വോളിയുള്ള പുസ്തകങ്ങൾ, സമ്പൂർണ്ണ കൃതികളൊക്കെ ഇറങ്ങുമ്പോൾ അവർ ഒരുപാട് നേരത്തെ അത് അനൗൺസ് ചെയ്യും. പലപ്പോഴും പകുതിയിലും താഴെയുള്ള പൈസ കൊടുത്താൽ മതിയാവും ആ സമയത്ത് ബുക്ക് ചെയ്യുവാണെങ്കിൽ. ലിസൺ, പുസ്തകം, പൈസ, പെണ്ണ്, ഇത് മൂന്നും കൈമാറരുതെന്നൊരു ചൊല്ലുണ്ട്. മൂന്നും കൊടുത്ത പോലെ തിരിച്ചു കിട്ടില്ല അത്രേ. എനിക്കെൻ്റെ പുസ്തകങ്ങൾ നീറ്റായിട്ട് വെക്കണം. പണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പുസ്തകം വായിക്കാൻ എടുത്താൽ ഇങ്ങനെ കോൺഷ്യസായി നോക്കിക്കൊണ്ടിരിക്കും, ഫോൾഡ് ചെയ്യുന്നുണ്ടോ, ചളി പറ്റിക്കുന്നുണ്ടോ. പിന്നീട് ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്നൊരു സുഹൃത്ത് മാത്യു ചായൻ, അദ്ദേഹം ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു തന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഗുണമുണ്ടെന്ന് തോന്നിയാൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് അർഹിക്കുന്ന ആരെങ്കിലും കാണുമ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കണം. അതൊരു ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, ഇങ്ങനെ പാറി പറന്ന് നടക്കേണ്ടതെന്നൊക്കെ. ഐ വാസ് ലൈക്ക് വാവ്, ഒക്കെ ബുദ്ധനെ പോലും ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റിയ ലെവൽ ഓഫ് ചിന്തയാണ്. പക്ഷേ എനിക്ക് അത്ര ഹൃദയവിശാലതയില്ല. നമുക്ക് ഈ ഒബ്ജക്റ്റ് ഫീൽ ചെയ്യൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഒരു പുസ്തകം ഇഷ്ടമായ അതിൻ്റെ വേറെ കോപ്പി മേടിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കും. സോ കൂളല്ലേ. ഒരു പുസ്തകം കയ്യിലെടുത്തിട്ട് അതിൻ്റെ പേജ് ഇങ്ങനെ മറിച്ചു പോകുന്ന ഫീൽ ഡിജിറ്റൽ റീഡിങ്ങിന് കിട്ടില്ല എന്ന് പറയാറുണ്ട്. ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കാര്യമാക്കണ്ട, എങ്ങനെയെങ്കിലും വായിക്കൂ. ഒട്ടും വായിക്കാത്തതിന് എത്രയോ നല്ലതല്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു കൺവീനിയൻ്റ് ആസ്പെക്റ്റ് എടുക്കാം. ഇപ്പോൾ സ്ഥലപരിമിതി ഉണ്ടെന്നാണെങ്കിൽ ദിസ് ഈസ് കൺവീനിയൻറ്റ്. അത് മെയിൻ്റനൻസിന് ഒട്ടും സമയം കളയണ്ട, നഷ്ടപ്പെടുന്നുള്ള പേടി വേണ്ട. ഒരു പുസ്തകം ഡിജിറ്റൽ ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ ലൈഫ് ടൈം. മൈ ഫേവറേറ്റ് ഈസ് കിൻഡൽ പേപ്പർ വൈറ്റ്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വെർത്ത് എവറി പെനി. ഇപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് കണ്ണിന് സ്ട്രെയിൻ വരാത്ത രീതിയിലൊക്കെയാണ് പുതിയ വേർഷൻസ് ഇറങ്ങുന്നത്. ഇ ബുക്കിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോർമാറ്റ് EPUB, ഇലക്ട്രോണിക് പബ്ലിക്കേഷൻ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ PDF ഫോർമാറ്റാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. പിന്നെ മൊബി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. കിൻഡൽ വേർഷന് വേണ്ടിയിട്ട് മൊബി ഫോർമാറ്റിലുള്ള പുസ്തകമാണ് ഉപയോഗിക്കുന്നത്. ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും കിൻഡൽ തന്നെയാണ് ഫേവറേറ്റ്. അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. മില്യൺസ് ഓഫ് ബുക്സ് ഉണ്ട് സ്റ്റോറിൽ, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ആപ്പിലാകുമ്പോൾ ഫോൺ സൈസ് മാറ്റാനും വായനക്കൊരു ടോൺ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ബുക്ക് മാർക്ക് ടാഗ് ചെയ്യാം, കോഡ്സൊക്കെ ആണെങ്കിൽ മാർക്ക് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്യുന്ന ബുക്ക് മാർക്കും കോട്ടൊക്കെ ഒരു സെപ്പറേറ്റ് ഡിവിഷനിൽ ഉണ്ടാവും. റീസെൻ്റ്ലി പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടു, റീഡ് എറ പ്രീമിയം എന്നാണ് ഇതിൻ്റെ പേര്. ഒരുമാതിരി ഏത് ബുക്കിൻ്റെ ഫോർമാറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുസ്തകത്തിന് ചിലവാക്കാൻ പൈസയില്ല എന്നാണെങ്കിൽ അതൊരു കുറച്ചിലായിട്ടൊന്നും വിചാരിക്കണ്ട, ലൈബ്രറിയിൽ നിന്ന് കണ്ടെടുക്കാമല്ലോ. ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാം. പക്ഷേ നല്ല ഇഷ്ടമായ ഒരു പുസ്തകം കിട്ടിയാൽ അത് വായിച്ചിട്ട് പൈസ സേവ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് പോയി മേടിക്കും. അതെങ്കിലും ചെയ്യാൻ നോക്കണം. ഒന്ന്, എഴുത്തുകാരനെയും എഴുത്തിനെയും കമ്മ്യൂണിറ്റീനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാവും. രണ്ട്, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു TV സീരീസ് ഉണ്ട്, ദ മെൻ്റലിസ്റ്റ് പറഞ്ഞിട്ട്. ഒബ്വിയസ്. അപ്പോൾ അതിലെ ക്യാരക്ടർ പാട്രിക് ജെയിനോട് അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗ് ചോദിക്കും, ഒരു അഡ്വൈസ് ചോദിക്കും. അപ്പോൾ ആളിങ്ങനെ കൂളായിട്ട് എന്നിട്ട് പറയും, ഓക്കെ ബട്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു ക്വാർട്ടർ എന്ന് പറയും. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നും അല്ല. അപ്പോൾ മറ്റേ ആളിങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ചോദിക്കും വൈ. അപ്പോൾ ഇദ്ദേഹം പറയും, ദെൻ യു വിൽ പേ അറ്റൻഷൻ. റൈറ്റ്. നിങ്ങളതിനെ പേ ചെയ്യുവാണ്, അവർ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അതിനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡു ദാറ്റ്.